السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وآله وصحبه أجمعين أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله وكونوا مع الصادقين. صدق الله العظيم. ഈ മഹത്തായ പരിപാടിയിൽ അധ്യക്ഷം വഹിക്കുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് കോയ ജമീലുല്ലൈലി തങ്ങൾ, അതുപോലെ ഒരുപാട് സയ്യിദുമാരുണ്ട്. അൽഹംദുലില്ലാ, ആ മഹാന്മാരായ സയ്യിദുമാർ, മഹാന്മാരായ പണ്ഡിതന്മാർ, ബഹുമാനപ്പെട്ട സദസ്യർ, അല്ലാഹു സുബ്ഹാനഹു വ തആല ശംസുൽ ഉലമയുടെ പേരിൽ ഇവിടെ ഒരുമിച്ച് കൂടാണ് നമുക്കേവർക്കും തൗഫീഖ് നൽകി. അൽഹംദുലില്ലാ, അള്ളാഹു ഇതൊരു പുണ്യകർമ്മമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവും. നാളെ സ്വർഗലോകത്ത് മഹാനവറുകളോടൊപ്പം ഒരുമിച്ച് കൂടാൻ നമുക്ക് അവരും നമ്മുമായി ബന്ധപ്പെട്ടവർക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരൊക്കെ കാണിച്ചു തന്ന ആ ശരി വഴിയിലൂടെ സഞ്ചരിക്കാനും അള്ളാഹുവിൻ്റെ ദീനിന് സമസ്തക്ക് ഖിദ്മത്ത് ചെയ്യാനും നമുക്ക് ഏവർക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്യാം. സമയം വളരെ ചെറുതാണ്, നമ്മളൊക്കെ ഭക്ഷണം കാത്തിരിക്കുന്നവരാണ്. അതുകൊണ്ട് ഇവിടെ ഈ പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് സംഗതികൾ പറഞ്ഞ് ഇതിൽ പങ്കെടുത്ത് ബർക്കത്ത് നേടുക എന്നുള്ള ആ ഉദ്ദേശം സഫലീകൃതമാകുക, അതുമാത്രമാണ് എൻ്റെ ഈ സംസാരം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ സംസാരിക്കേണ്ടത് ശംസുൽ ഉലമ വിദഅത്തിലെ നിലപാട് എന്നാണ്. ശംസുൽ ഉലമ വിദഅത്തിൻ്റെ കണ്ട പോരാടിയായിരുന്നു എന്ന് അറിയാത്ത ആരുമില്ല. അപ്പം ബഹുമാനപ്പെട്ടവരുടെ വിദഅത്തിൻ്റെ നിലപാട് അറിയാത്ത ആരുമല്ല ഇവിടെ. സുന്നത്തുൽ എതിരായിട്ടോ അനുകൂലമല്ലാത്തതായ എന്തെങ്കിലും ഒരു കാര്യം ഒരിക്കലും മഹാനവറുകൾ പൊരുത്തപ്പെടുകയില്ല, മഹാനവറുകൾ പ്രവർത്തകരിൽ നിന്ന് അത് അനുകൂലിക്കുകയില്ല. അങ്ങനെയാണ് ജീവിതകാലം മുഴുവൻ ഈ സമൂഹത്തിന് മാതൃകയായി നിലകൊണ്ടത് എന്ന് അറിയുന്നവരാണ് നമ്മളൊക്കെ. അപ്പോ ആദർശത്തിൻ്റെ കാര്യത്തിൽ ബഹുമാനപ്പെട്ട ശൈഖുനയെ പോലെ കണിശത പാലിച്ച ഒരാളെയും നമുക്ക് കാണാൻ കഴിയുന്നില്ല. തന്നില്ലാ കണിശത വേണം, തൻ്റെ സമൂഹത്തിൽ അതുണ്ടാകണം എന്ന് വളരെ നിർബന്ധമുള്ളവരായിരുന്നു ബഹുമാനപ്പെട്ട ശൈഖുന അവர்கள். ഞാൻ ഒരുപാടൊന്നും പറയുന്നില്ല. സാധാരണഗതിയിൽ ആദർശത്തിൽ അല്പം മയം വരുത്തേണ്ട ഘട്ടങ്ങളിൽ ശൈഖുനായുടെ നിലപാട് എന്തായിരുന്നു അറിയാൻ ഒരൊറ്റ സംഭവം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുക. അതേ അവസരം അത്തരം നിലപാടുകളിൽ മറ്റുള്ള ആളുകൾ എന്ത് മാർഗമാണ് സ്വീകരിച്ചത് എന്നും അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതായത് 1989 ബഹുമാനപ്പെട്ട ശൈഖുന അവர்கள் യുഎഇയിൽ വലിയൊരു പര്യടനം നടത്തി. അതിൻ്റെ എല്ലാ സ്റ്റേറ്റുകളിലും മഹാനവർക്ക് വമ്പിച്ച സ്വീകരണങ്ങളായി. അങ്ങനെ ഓരോ സ്വീകരണത്തിലും നമ്മുടെ മലയാളികൾ മാത്രമല്ല, അതാത് സ്റ്റേറ്റുകളിലുള്ള വലിയ വലിയ അറബി പണ്ഡിതന്മാരടക്കമുള്ളവരായിരുന്നു പങ്കെടുത്തിരുന്നത്. അതൊക്കെ നമ്മളന്ന് പത്രങ്ങളിലൊക്കെ വായിച്ചതാണ്. ഈ അറബി പണ്ഡിതന്മാർ എന്ന് പറയുന്നവരെല്ലാവരും സുന്നികളൊന്നുമല്ല, അതിൽ സുന്നികളുണ്ട്, അല്ലാത്തവരുണ്ട്. അപ്പോ ആ കൂട്ടത്തില് ബഹുമാനപ്പെട്ട ശൈഖുനയുടെ നിലപാട് അറിയാൻ നമുക്ക് ഒരൊറ്റ സംഭവം പറയാം. അതായത് പുത്തനാശയക്കാരുള്ള അറബികളായ പുത്തനാശയക്കാരുള്ള ആ സദസ്സിൽ വെച്ച് മഹാനവറുകൾ പ്രസംഗിക്കുമ്പോൾ ഇത് പറയേണ്ട ആവശ്യമില്ല, പക്ഷേ തൻ്റെ ആദർശം ഇന്നതാണെന്ന് ആരുടെ മുമ്പിലും വ്യക്തമായി പറയുക എന്നുള്ളതാണ്. മഹാനവറുകൾ പറഞ്ഞു ആ പ്രസംഗത്തിൽ, ഞങ്ങൾ മദ്ഹബ് സ്വീകരിക്കുന്നവരാണ്.
മദ്ഹബിനെ എതിർക്കുന്ന വലിയ പണ്ഡിതന്മാർ, അറബി പണ്ഡിതന്മാരുടെ സദസ്സിൽ വെച്ച്, ആ വേദിയിൽ വെച്ചാണ് മഹാനവറുകൾ പ്രസംഗിക്കുന്നത്, ഞങ്ങൾ മദ്ഹബുകൾ സ്വീകരിക്കുന്നവരാണ്. നാലാലൊരു മദ്ഹബ് വിട്ട് ഞങ്ങൾ പ്രവർത്തിക്കുകയില്ല, തറപ്പിച്ച് പറയാണ്. എന്നിട്ട് അതിന് തെളിവായിക്കൊണ്ട് തഫ്സീറു സാവിയിലുള്ള ഇബാറത്ത് മഹാനവറുകൾ വായിക്കുക. ലാ യജൂസു തഖ്ലീദു മാദാമൽ മദാഹിബൽ അർബഅ എന്ന് പറയുന്ന നാലാലൊരു മദ്ഹബ് സ്വീകരിക്കൽ നിർബന്ധമാണ് എന്ന് പറയുന്ന ആ ഇബാറത്ത് വായിക്കുക. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവിടെ നമ്മൾ പല ആളുകളും യുഎഇയിലൊക്കെ അതുപോലെയുള്ള അറബി നാടുകളിൽ ചെന്നാൽ അവിടെയുള്ളവരെ സോപ്പിട്ട് തങ്ങളുടെ കാര്യം കഴിച്ചിലാക്കുന്ന ഒരു നിലപാടാണ് സാധാരണയിൽ നമുക്ക് കാണാൻ കഴിയാറുള്ളത്. ഇവിടെ മഹാനവറുകൾ ഒരു വിട്ടുവീഴ്ചയും ആ വിഷയത്തിൽ വരുത്താതെ ആരുടെ മുമ്പിലും തന്റെ ആദർശം അടിയവിറക്കാതെ തുറന്ന് പ്രഖ്യാപിക്കുന്നതാണ്. അതേ അവസരം ഇതേ യുഎഇയിൽ വെച്ച് മറ്റുള്ള യുഎഇയിലും അതുപോലെ മറ്റ് അറബി രാഷ്ട്രങ്ങളിലും വെച്ച് ചില ആളുകൾ ചെയ്തത് നമുക്കൊക്കെ കാണാൻ കഴിയുമല്ലോ. അവര് ഇവിടെ സുന്നി 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 എന്ന് പറഞ്ഞ് ആദർശത്തിന്റെ വലിയ പൊലിമ കാണിച്ച് അവർ തന്നെയാണ് ആദർശത്തിന്റെ വക്താക്കൾ എന്ന് പറയുന്ന പല ആളുകളും അറബി നാട്ടിൽ ചെന്നാൽ അവരുടെ സ്വഭാവം മാറുന്ന നമ്മൾ കാണും. ഉദാഹരണം, നമ്മള് പിന്നെ ഇപ്പോഴെ എന്ത് സുന്നികളപ്പ എല്ലാവരും പറയും EK സുന്നി, AP സുന്നി. ഈ AP സുന്നി എന്ന് പറയുന്ന ആളുടെ അതിന്റെ നേതാവ്, ആ നേതാവ് ഖത്തറിൽ ചെന്നപ്പോൾ എന്താ ചെയ്തത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഖത്തറിൽ ചെന്നപ്പോൾ ഈ പറയുന്ന തീവ്ര സുന്നി സ്വഭാവം അയാളിൽ നിന്ന് കണ്ടില്ല. ജമാഅത്തെ ഇസ്ലാമിക്കാരൻ ഉദ്ഘാടനം ചെയ്തതായിരിക്കുന്ന പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് അയാൾ അന്ന് പറഞ്ഞത് നമ്മൾ തമ്മിലുള്ളതായ അഭിപ്രായ ഭിന്നതകൾ 4 മദ്ഹബിന്റെ ആളുകൾ തമ്മിലുള്ള, ഇമാമിങ്ങൾ തമ്മിലുള്ള അഭിപ്രായ ഭിന്നതകൾ പോലെ നിസ്സാരമാണ്, അത് ശാഖാപരമാണ്, അതുകൊണ്ട് നമ്മളിൽ തർക്കം കൊണ്ട എന്ന് ഖത്തറിൽ പോയി ഇദ്ദേഹം പറഞ്ഞു. ഇവിടെ എന്താണ് അയാളുടെ സ്വഭാവം? ഇത് തന്റെ കാര്യലാഭത്തിന് വേണ്ടിയാണെന്ന് നമുക്കൊക്കെ അറിയാം. കുറച്ചു കാലം കഴിഞ്ഞപ്പോ അയാള് അങ്ങേപ്പുറത്തും നമ്മൾ ഇങ്ങേപ്പുറത്തും ആയ ആ രണ്ടായി തീർന്നതിന്റെ ശേഷം കുവൈത്ത് കരാറ്, നിങ്ങൾക്കൊക്കെ ഓർമ്മ ഉണ്ടാവില്ല, ആ പദം പറഞ്ഞാൽ മതി, എല്ലാവർക്കും അറിയും. കുവൈത്ത് കരാറ് അന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെയും മുജാഹിദിന്റെയും കാലിന്റെ ചോട്ടിൽ അദ്ദേഹം കുനിയേണ്ടി വന്നു എന്നാണ് നമ്മൾ കാണുന്നത്. എന്തൊരു കാര്യലാഭത്തിന്. ഇതാണ് ശംസുൽ അലവിയും അത്തരം ആളുകളും തമ്മിലുള്ള വ്യത്യാസം. ഏത് ആദർശമാണെങ്കിലും ആ ആദർശത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് മുമ്പോട്ട് പോവുക എന്നുള്ളതാണ് ശംസുൽ അലമ നമുക്ക് കാണിച്ചു തന്ന മാർഗം. അതാണ് ആദർശ വിഷയത്തിൽ നമ്മൾ സ്വീകരിക്കേണ്ട പാത എന്ന് മഹാനവറുകളുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇന്നും നമുക്ക് അത്തരം പ്രശ്നങ്ങളുണ്ടല്ലോ. മഹാനവറുകളെയാണല്ലോ നമ്മൾ പിന്തുടരേണ്ടത്. മഹാനവറുകളുടെ ലോകത്തെ ചർച്ചയാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ശംസുൽ ഉലമയുടെ അതേ പാത സ്വീകരിച്ചുകൊണ്ട് ആശയത്തിൽ ഉറച്ചു നിൽക്കണം. അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കൊണ്ട് സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി ആടിക്കൊണ്ടിരിക്കുന്നത് അത് ശംസുൽ ഉലമയുടെ പാതയല്ല, മാർഗമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അവർക്ക് പല പേരുകളും പറയും. സമസ്തക്കാരാണെന്ന് പറയും. അതേ അവസരം സമസ്തയുടെ തീരുമാനങ്ങളും സമസ്തയുടെ നിലപാടുകളും സ്വീകരിക്കാൻ അവർ തയ്യാറില്ല. തങ്ങളുടെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടി അപ്പുറം പോവും ഇപ്പുറം പോവും. ഇത് ശരിയല്ല. ആദർശത്തിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ് മഹാനവറുകൾ നമുക്ക് കാണിച്ചു തന്ന. അതുപോലെ തന്നെ ബിദ്അത്തുകൾ, ബിദ്അകൾ, അതുപോലെ തന്നെ വ്യാജ തരീഖത്തുകൾ, ഇതിലൊക്കെ കണിശമായ നിലപാടാണ് മഹാനായ ശൈഖുനാ ശംസുൽ ഉലമ സ്വീകരിച്ചത്. ഒരിക്കലും അവരോട് വിട്ടുവീഴ്ച കാണിച്ചിട്ടില്ല. ഇവിടെ നൂർ ഷാ തരീഖത്ത് വന്നു.
മഹാനവറുകളുടെ കാലത്താണല്ലോ ആ സംഭവങ്ങൾ ഉണ്ടാകുന്നത്. 70കളിലാണ് ആ സംഭവം ഉണ്ടാകുന്നത്. അതുവരെ നമ്മോടൊപ്പം നിന്നിരുന്ന, സമസ്തയോടൊപ്പം നിന്ന് പ്രവർത്തിച്ചിരുന്ന ആ തരീക്കത്തുകൾ, അതിൻ്റെ ഖലീഫമാർ, ആദ്യമായി ഖലീഫമാർ രംഗത്ത് വന്നപ്പോൾ അവരുടെ ക്ലാസുകളിൽ നിന്നും അവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ നിന്നും സാധാരണ നമ്മൾ മനസ്സിലാക്കാത്ത ചില കാര്യങ്ങൾ അവരെ തുറന്നു പറഞ്ഞു. അത് നമ്മുടെ മഹാന്മാരായിരിക്കുന്ന മശായിഖുമാരിലേക്ക്, സമസ്തയിലേക്ക് അത് സംബന്ധിച്ച് എഴുത്തു വന്നു. അത് പഠിക്കാൻ ആളെ നിശ്ചയിച്ചു സമസ്ത. അപ്പോ അവരുടെ പ്രവർത്തനം, ക്ലാസുകളിൽ അവർ കൊടുക്കുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ അവരുടെ പ്രസിദ്ധീകരണങ്ങളും, ഇദ്ദേഹത്തിൻ്റെ പ്രസിദ്ധീകരണങ്ങൾ, ഇദ്ദേഹം പുറത്തിറക്കിയ പ്രസിദ്ധീകരണങ്ങളും ഒക്കെ കൃത്യമായി പഠിച്ചതിന് ശേഷം ബഹുമാനപ്പെട്ട സമസ്ത തീരുമാനമെടുത്തു, ഇത് ഈ തരീഖത്ത് ശരീഅത്തിന് വിരുദ്ധമായതാണ്, അതുകൊണ്ട് ജനങ്ങൾ ഇതിൽ നിന്ന് വിട്ടുനിൽക്കണമെന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. എന്താണ് ഇവിടെ സംഭവിച്ചതെന്നുള്ളത് ആ കാലത്തുള്ള ആളുകൾക്കൊക്കെ അറിയാം. സമസ്തന്റെ ഒപ്പം നിന്ന് പ്രവർത്തിച്ചിരുന്ന പല ആളുകളും അതിലായിരുന്നു. നമ്മളെ പല കമ്മിറ്റികളുടെയും നേതൃത്വം കൊടുത്തിരുന്ന ആളുകൾ അതിലായിരുന്നു. പക്ഷേ സത്യം ഇതായിരിക്കെ അതിൻ്റെ ഒപ്പം ഉറച്ചു നിൽക്കുക എന്നുള്ളതാണ്. പല പല തരീഖത്തിൻ്റെയും ആളുകൾ അതിൽ നിന്ന് പോയി. അതേ അവസരം ശക്തമായി സമസ്തയെ എതിർത്തുകൊണ്ടൊരു വിഭാഗം പോയി. ഇവിടെയും തന്നെ സമസ്ത അത് കൃത്യമായി പിന്നെ ആദർശത്തിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്ത് അടങ്ങിയിരിക്കുകയല്ല ചെയ്ത്. അതാണ് നമ്മൾ ശംസുൽ ഉലമയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ എന്ന് പട്ടിക്കാട് ജാമ്യയിൽ ആയിരുന്നു. അങ്ങനെ വൈകുന്നേരം ആകുമ്പോഴേക്ക് അവിടെ കാറ് വരും. എന്തിനാണ്? ഈ തരീഖത്ത് വിശദീകരിക്കാൻ, നൂരി ഷാ തരീഖത്തിൽ എന്ത് പഴവുണ്ടെന്ന് വിശദീകരിക്കാൻ, അതിൽ ഏറ്റവും കൂടുതൽ അതിനു വേണ്ടി പ്രവർത്തിച്ചത് ബഹുമാനപ്പെട്ട ശൈഖുന ശംസുൽ ഉലമയും ബഹുമാനപ്പെട്ട ശൈഖുന KT മാനും മുസ്ലിയാരുമായിരുന്നു. അതാണ് എത്ര, ഒരു ദിവസമല്ല, 2 ദിവസമല്ല. മാത്രമല്ല പട്ടിക്കാട് അങ്ങനെ വിശദീകരണം പിന്നെ ആവശ്യപ്പെട്ടുകൊണ്ട് വരുന്നവരോട് പറയും, നിങ്ങൾ ഇരിങ്ങാട്ടിയിൽ മാനൂലിയരുണ്ടാകും, മൂപ്പരും കുഴമ്പിനും ക്ഷണിച്ചോളിം എന്ന് പറയും. എന്നിട്ട് ഷെയ്ഖുന അത് കൃത്യമായിട്ട് പിന്നെ അതൊരു പിന്നെ വെള്ളച്ചാട്ടമാണ്, ഭയങ്കരമാണല്ലോ. അതിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അതിൻ്റെ ശരിയായ വിവരണം ബഹുമാനപ്പെട്ട മാനും സിയാർ നൽകും എന്ന് പറയും. അങ്ങനെ ആ തരീഖത്തിൻ്റെ ആദ്യം മുതൽ അവസാനം വരെയുള്ള സംഗതികൾ ബഹുമാനപ്പെട്ട ഉസ്താദ് KT മാനും സിയാർ വിശദീകരിക്കുന്നതിനോടുകൂടെ ജനങ്ങൾക്ക് ബോധ്യപ്പെടും. അങ്ങനെയാണ് ആ തരീഖത്തിനെ സംബന്ധിച്ച് പിന്നെ സമസ്ത തീരുമാനമെടുത്തപ്പോൾ സംഭവിച്ചത് പിൽക്കാലത്ത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായിരുന്നു. അതിനു വേണ്ടി ഊണും ഉറക്കം ഒഴിച്ചുകൊണ്ട് ദിവസവും യോഗങ്ങളിലേക്ക് പോകേണ്ട അവസ്ഥ ബഹുമാനപ്പെട്ട ഷെയ്ഖുന അതൊക്കെ തരണം ചെയ്തു. നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ ഈ വേങ്ങാട് ഒരു ഷെയ്ഖ് ഉണ്ടായിരുന്നില്ല, നമ്മൾ പറഞ്ഞേക്കണ്ടേ. വേങ്ങാട് ഒരു ഷെയ്ഖ്, അയാൾ ഭയങ്കര ഭീഷണിയാണ് ജനങ്ങളോട് ചെയ്തിരുന്നത്. എല്ലാവർക്കും അയാളെ പേടിയാണ്. അയാള് പല പിന്നെ മേജിക്കുകളും മറ്റൊക്കെ കാണിച്ചാണ്ട് ആളുകളെ പേടിപ്പിക്കുകയും ചെയ്യും. ആൾ കേറ്റിലും താമസിക്കും. അങ്ങനത്തെ ഒരു കേറ്റിലുള്ള ഒരു ഷെയ്ഖിനെ പറ്റി നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. ആർക്കും തന്നെ അയാൾ ഭയങ്കര ഭീഷണിയാണ് നടത്തിയിരുന്നത്. അതിൻ്റെ പേരിൽ ആർക്കും മൂപ്പരെ എതിർക്കാൻ കഴിയില്ല. ഈ പരാതി ബഹുമാനപ്പെട്ട ശൈഖുന ശംസുൽ ഉലമയുടെ അടുക്കൽ വന്ന് അവിടുത്തുകാർ വന്ന് പരാതിപ്പെട്ടു. ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്ന്. അങ്ങനെ ശംസുൽ ഉലമയുടെ ഒരു ദിവസത്തെ പരിപാടി അവിടെ വെച്ചു. ആ പരിപാടിയിൽ വെച്ച് ശരിക്ക് പിന്നെ ആർത്തിരമ്പുന്ന ശബ്ദത്തിൽ ബഹുമാനപ്പെട്ട ശൈഖുന അവിടെ സംസാരിച്ചു. എന്നിട്ട് ശൈഖുന പറഞ്ഞു, ഈ കേറ്റിലുണ്ടാകുക പിന്നെ ശൈഖന്മാരും ഔലിയാക്കളും അല്ല, കേറ്റിലുണ്ടാകുക തവളയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആ ഭയങ്കര ശബ്ദത്തോടുകൂടെ ശൈഖുന പറഞ്ഞുകൊടുകൂടെ അത് തീർന്നു. ആ പരിപാടിയെ തീർന്നു പോയി. ഇതാണ് ശൈഖുന. ആദർശത്തിൽ എല്ലാവരും പേടിച്ചെടുത്ത് മൂപ്പരവിടെ പോയി അത് ഫത്ഹാക്കിൻ പോരുകയാണ് ചെയ്തത്. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ശൈഖുനയുടെ ജീവിതത്തിൽ എത്ര പ്രസംഗങ്ങൾ
മുജാഹിദ്, ജമാഅത്ത് തുടങ്ങിയുള്ളൊക്കെ നടത്തി എന്ന് പറഞ്ഞാൽ ഒരു കയ്യും കണക്കില്ല. ഒരു സ്ഥലത്ത് മുജാഹിദ് പ്രസ്ഥാനം വന്നപ്പോൾ അവിടെ അതിനെതിരെ ശബ്ദിക്കുന്നതും അതിനെതിരെ പ്രവർത്തിക്കുന്നതും ബഹുമാനപ്പെട്ട ശൈഖുന. എത്രത്തോളം എന്ന് വെച്ചാൽ ഒരു സ്ഥലത്ത് മുജാഹിദീങ്ങൾ ഒക്കെ പ്രസംഗിച്ചതൊക്കെ പോയ അവിടുത്തെ നാട്ടുകാരാണ്, സാധുക്കളാണ്. മൂപ്പരും ചെയ്ത് അവരൊക്കെ സംഘടിപ്പിച്ചിട്ട് മൂപ്പരും കൂടി സ്റ്റേജ് ഉണ്ടാക്കാൻ കൂടി. അപ്പൊ പ്രസംഗിക്കാനുള്ളത് ഇദ്ദേഹമാണെന്ന് അവർക്കറിയില്ല. പ്രസംഗിക്കാനുള്ള സ്റ്റേജൊക്കെ ഒരുക്കിയതിന് ശേഷം മൂപ്പരൻ പ്രസംഗിച്ചു. പ്രസംഗത്തിന്റെ സമയത്ത് മൂപ്പരൻ പ്രസംഗിച്ചു. അതാണ് ശൈഖുന. ആരെങ്കിലും സ്റ്റേജ് കെട്ടിയ അവിടെ മാത്രമേ പ്രസംഗിക്കുന്നില്ല. പ്രസംഗിക്കാൻ, തനിക്ക് പ്രസംഗം മറ്റുള്ളവരെ കേൾപ്പിക്കാനല്ല. ഈ ആദർശം നിലനിർത്താൻ വേണ്ടി മഹാനായ ശൈഖുന സഹിച്ച ഒരു ത്യാഗമായിരുന്നു അത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ ഒരുപാട് സംവാദങ്ങൾ, മഹാനവറുകളുടെ കാലത്ത് നടന്ന സംവാദങ്ങൾ നേരിട്ടോ അല്ലെങ്കിൽ അതിന്റെ പിന്നിൽ നിന്നുകൊണ്ടോ നയിച്ചത് ബഹുമാനപ്പെട്ട ശൈഖുന ശംസുൽ ഉലമയായിരുന്നു. കാരണം പല സംവാദങ്ങളും ആദ്യം ശൈഖുനായുടെ അടുക്കൽ വെച്ച് അവിടെ പോയിക്കൊണ്ട്, കൊട്ടപ്പുറം സംവാദമടക്കം ശൈഖുനായുടെ അടുക്കൽ പോയി അതൊക്കെ മനസ്സിലാക്കി, അതിന്റെ വഴികൾ മനസ്സിലാക്കി, തെളിവുകൾ മനസ്സിലാക്കി, അതെല്ലാം റെഡിയാക്കിയതിന് ശേഷം അവരെ പറഞ്ഞേക്കലായിരുന്നു ശൈഖുന ചെയ്തിരുന്നത്. പല സംവാദങ്ങളിലും ശൈഖുന നേരിട്ട് തന്നെ സംബന്ധിച്ചിട്ടുണ്ട്. ഉദാഹരണം, ഈ ജമാഅത്ത് ഇസ്ലാമി വലിയ കള്ളന്മാരാണ്. കള്ളന്മാർ പറഞ്ഞാല് വലിയ തന്ത്രശാലികളാണ്, കുതന്ത്രശാലികളാണ് ജമാഅത്ത് ഇസ്ലാമി. അങ്ങനെ ജമാഅത്ത് ഇസ്ലാമിയുടെ ആദ്യകാലത്ത് ഇവിടെ ഒരു സംഭവം ഉണ്ടായി. അതായത് ബഹുമാനപ്പെട്ട മുക്കം വീരാൻകുട്ടി ഹാജി, അതുപോലെ തന്നെ ജമാഅത്തെ ഇസ്ലാമിയുള്ള KC അബ്ദുള്ള മൗലവിയും ഒരു ചർച്ചകൾ നടന്നു. അവർ തമ്മിൽ ചർച്ചകൾ നടന്നു. അവസാനം ആ ചർച്ച എവിടേക്കെത്തി എന്ന് വെച്ചാൽ ഒരു സംവാദത്തിന്റെ വക്കിലേക്ക് എത്തി. അങ്ങനെ ആദ്യം പറവണ്ണിയും ഒക്കെ കൂടിക്കൊണ്ട് അവരൊക്കെ കൂടിക്കൊണ്ട് ചർച്ചകൾ നടന്നു. എന്നിട്ട് സംവാദം നിശ്ചയിച്ചു. അതെവിടെ നടത്തുന്നു എന്നുള്ള ചർച്ച ചെയ്ത് ചേന്നമംഗലൂരാണോ മുക്കത്താണോ ഒക്കെ ചർച്ച ചെയ്ത അവസാനം അത് ബഹുമാനപ്പെട്ട TK പരീക്കുട്ടി ഹാജി, ഇവിടെ എന്താ പറയാ, നടക്കാവ് പരീക്കുട്ടി ഹാജിയുടെ വീട്ടിൽ വെച്ച് നടത്തുക എന്ന് തീരുമാനിച്ചു. പരീക്കുട്ടി ഹാജി അത് നീണ്ടൊരു സംഭവമാണ്. ഞാൻ എൻ്റെ സൂചന മാത്രമാണ് പറഞ്ഞത്. സമയം വളരെ വൈകിപ്പോയിട്ടുണ്ട്. ഞാൻ മുഴുവൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിക്കാരായിട്ട് നേരിട്ട് സംവദിക്കാൻ കിട്ടിയതായ ഒരു സുവർണാവസരമായിരുന്നു. അങ്ങനെ അതില് KC അബ്ദുള്ള മൗലവി, അതുപോലെ തന്നെ TK അബ്ദുള്ള മൗലവി, ജമാഅത്തെ ഇസ്ലാമിൽ നിന്ന് ഏറ്റവും ഉയർന്ന നേതാക്കള് പണ്ഡിതന്മാരാണ് ഒരു ഭാഗത്തുള്ളത്. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സുന്നി പക്ഷത്തിൽ നിന്ന് ബഹുമാനപ്പെട്ട പറവണ്ണ മൊഹീദ്ദീൻകുട്ടി മുസ്ലിയാർ, വാണിയമ്പലം മദ്രമ മുസ്ലിയാർ, കൂറ്റനാട് KV ഉസ്താദ്, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ. ഇതൊരു ഭാഗത്ത്. എന്തായിരിക്കും അതിൻ്റെ എന്ന് നമുക്ക് ആലോചിച്ചാൽ അറിയാലോ. ഈ അവസരം ശരിക്കും തന്നെ ശംസുൽ ഉലമ ഉപയോഗപ്പെടുത്തിയതാണ് ആ സംവാദത്തിൽ കാണുന്നത്. അതായത് രണ്ടു കൂട്ടരും സംവാദത്തിന് വേണ്ടിയിട്ട് ഇരുന്നു. ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഒന്നാമത്തെ ചോദ്യം, ജമാഅത്തെ ഇസ്ലാമിയിൽ അംഗമായി ചേരുന്ന ആളെ കൊണ്ട് നിങ്ങൾ ഷഹാദത്ത് കലിമ ചൊല്ലിക്കാറുണ്ടല്ലോ, ഇത് കാഫിറിനെ മുസ്ലിമാക്കുമ്പോൾ ചൊല്ലിക്കുന്ന ഷഹാദത്തോ മുസ്ലിമിന്റെ ഈമാനെ പുതുക്കുന്ന ഷഹാദത്തോ എന്നാണ്. രണ്ട് മറുപടി അറിഞ്ഞാലും അതായത് കാഫിറിനെ മുസ്ലിമാക്കുമ്പോഴുള്ള നടത്തൽ ഈ ജമാഅത്തെ ഇസ്ലാമി അല്ലാത്തവരൊക്കെ കാഫിറാണ്, നിലവിലുള്ള മുസ്ലിങ്ങളൊക്കെ കാഫിറാണെന്ന് വരൂലേ. അങ്ങനെ രണ്ടും അവർക്ക് പറയാൻ. അപ്പൊ അങ്ങനെയാണ് അതേ അവസരം പുതുക്കുന്ന ഈമാനെ പുതുക്കുന്നതാണെന്ന് വെച്ചാല്, എന്നാൽ നിങ്ങളിലേക്ക് ഒരു കാഫിറാണ് വരുന്നത് എന്ന് വെച്ചാൽ ഇത് മതിയാകുമോ എന്നുള്ള രണ്ടാമത്തുള്ള ചോദ്യം. അപ്പൊ രണ്ടിനും മറുപടി വളരെ വിഷമിച്ചത്. ഞാനതിലേക്ക് കടക്കുന്നില്ല.
അങ്ങനെ അവസാനം ഇവരാകെ കുടുങ്ങിപ്പോയിക്കൊണ്ട് അവിടെ നിന്ന് തടി വെട്ടാക്കുക ചെയ്തത്. ഇത് ആദ്യത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ട് ഇൻഷാ അല്ലാഹ് ഈ പിന്നെ വിവരണം നമ്മുടെ 100ാം വാർഷികത്തോട് അനുബന്ധിച്ച് ഇറങ്ങുന്ന സുവനീറിൽ ഇത് സംബന്ധിച്ച് നല്ലൊരു വിവരണം നിങ്ങൾക്ക് വായിക്കാൻ കഴിഞ്ഞാണ്. അതിൽ ഇപ്പോൾ പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. ഇങ്ങനെ ഏത് പിന്നെ വിഷയത്തിലാണെങ്കിലും ആദർശത്തിന്റെ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ തന്നെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അതൊക്കെ ചെയ്തു കൊടുക്കുന്ന ആ സ്വഭാവമായിരുന്നു ആദർശത്തിന്റെ വിഷയത്തിൽ. അതായത് ഇപ്പോൾ ജാമിയ നൂരിയയിൽ നമ്മൾ പഠിക്കുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ നിലപാട് ജാമിയ നൂരിയയിൽ ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ഒരു സംഭവം ഉണ്ടായി. ഒരിക്കൽ ഞങ്ങളൊക്കെ ഇശാക്ക് നിസ്കരിക്കാൻ പോയ സമയത്ത് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഒരാളെയും കൂട്ടിക്കൊണ്ട് അവിടെ ഒരു വിദ്യാർത്ഥിയുടെ പെട്ടിയും ഇതൊക്കെ പരിശോധിക്കുക ചെയ്തു. പെട്ടി ഇതൊക്കെ പരിശോധിച്ചപ്പോ അതിൽ നിന്ന് ജമാഅത്തെ ഇസ്ലാമിയുടെ സാഹിത്യങ്ങൾ ലഭിച്ചു. അപ്പൊ തന്നെ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ആ കുട്ടിയെ ഒന്ന് പുറത്താക്കി. ഈ കുട്ടി വലിയൊരു പണ്ഡിതന്റെ മകനാണ്. ആ പണ്ഡിതനാകട്ടെ ശംസുൽ ഉലമയുമായിട്ട് ഏറെ ബന്ധവും അടുപ്പവുമുള്ള മഹാനായിരുന്നു. എന്നിട്ടും ഇവിടെ ഒരു ജമാഅത്തെ ഇസ്ലാമിയുടെ ആ ആശയമുള്ള പുസ്തകങ്ങൾ കണ്ടു എന്നുള്ളതിന്റെ പേരിൽ ഈ ആദർശത്തിന് വേണ്ടി മഹാനായ ആ ആദർശം നിലനിർത്താൻ വേണ്ടി അതിലായിരിക്കണം വിദ്യാർത്ഥികൾ വളരുന്നത്. അതിന് അല്ലാത്തതിന് പഴുതു വെച്ചു കൊടുക്കാൻ പാടില്ല എന്നുള്ളതൊക്കെ ആ കുട്ടിയെ പുറത്താക്കി. അന്നിപ്പോ നമ്മളൊക്കെ വിദ്യാർത്ഥികളാകുമ്പോ ഏതായാലും ഒരു ബുക്ക് കണ്ടിന്റെ പേരിൽ എന്ന് നമ്മളൊക്കെ മനസ്സിൽ വന്നു. പക്ഷേ ശംസുൽ ഉലമയുടെ കാഴ്ച അവിടെയല്ലായിരുന്നു, കുറച്ചും കൂടി ദൂരത്തൊക്കെ ആയിരുന്നു ഇവരുടെ കാഴ്ചപ്പാട്. പിന്നീട് ആ വിദ്യാർത്ഥിയെ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തകനും പിന്നീട് ജമാഅത്തെ ഇസ്ലാമിയുടെ നേതാവുമായിട്ടാണ് നമ്മൾ വായിക്കുന്നത്. ഈയിടെ ഒരു കൊല്ലം മുമ്പ് പ്രബോധനത്തിൽ അയാളെ സംബന്ധിച്ച് ലേഖനം വന്നു, നമ്മൾ ഓർക്കണം. അപ്പോ ഈ ആദർശത്തിന്റെ വിഷയത്തിൽ വിട്ടുവീഴ്ച ഇല്ലാത്ത നിലപാടാണ് ബഹുമാനപ്പെട്ട ശൈഖുനായുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയുക. അതാണ് ഒരു സുന്നിക്ക് സ്വീകരിക്കാൻ പറ്റുന്ന മാർഗം എന്നും കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഇന്നത്തെ നിലപാടെന്താണ്? ഇന്ന് നമ്മൾ ഈ ആദർശത്തിന്റെ കാര്യത്തിൽ ഒരു മൃദു സമീപനം നമ്മുടെ പല നേതാക്കൾ അടക്കമുള്ളവർക്കുണ്ട് എന്നുള്ളത്. അത് ചിലപ്പോൾ മുജാഹിദീങ്ങളുടെ പരിപാടിയിലും പോകും, ചിലപ്പോൾ പിന്നെ ജമാഅത്തെ ഇസ്ലാമിന്റെ പുസ്തകമല്ല അവരുടെ പ്രസിദ്ധീകരണം മാസികന്നെ അത് പിന്നെ പ്രകാശനം ചെയ്തു കൊടുക്കാൻ, അല്ലെങ്കിൽ അതിൽ വരിക്കാർ ചേർത്ത് കൊടുക്കാൻ നമ്മളെ ഉസ്താദുമാരെ ഉദ്ഘാടനം ചെയ്യുന്ന വളരെ മോശപ്പെട്ടതും വളരെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതുമായ ഒരു കാര്യം നമ്മുടെ ഉസ്താദുമാരിൽ നിന്ന് വരുന്നു. അപ്പോൾ അതേ അവസരം എന്താണ് അവര് ഈ വിതഴി പ്രസ്ഥാനത്തെ കുറിച്ച് കണ്ടത് എന്ന് അവരുടെ മനസ്സെന്ത് എന്ന് വായിച്ചെടുക്കാൻ യാതൊരു പ്രയാസമല്ല. ഇത് ഒരാളിൽ നിന്ന് മാത്രമല്ല അതേ അവസരം നമുക്ക് യാതൊരു ബന്ധമില്ല എന്ന് പറഞ്ഞ് ഒഴിച്ചു നിർത്തിയ ആ വാപ്പിയൊപ്പിയ സംവിധാനം അതിൻ്റെ നേതാക്കൾ എന്താ ചെയ്യുന്നത്, അതിൻ്റെ വിദ്യാർത്ഥികൾ എന്താ ചെയ്യുന്നത് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. വിരലി കക്ഷികളുമായിട്ട് യോജിച്ചു പോകുന്നില്ല, അവർക്ക് ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ ഈ സ്വഭാവം നമ്മുടെ വിദ്യാർത്ഥികളിലേക്ക് പകർന്നു കൊടുത്താൽ പിന്നെ നാളെ ഇവിടെ എന്തായിരിക്കും നടക്കുക? ഇവിടെ എന്താ സുന്നി ഉണ്ടാവുക? ഇവിടെ എന്താ സമസ്ത ഉണ്ടാവുക? അത് നമ്മൾ മനസ്സിലാക്കുന്നത് വളരെ പിന്നെ ഒരു മൃദു സമീപനം സ്വീകരിച്ചു കൊണ്ടുപോകുന്ന ഈ അവസ്ഥ അതൊരിക്കലും ശരിയല്ല. ഇത് നമ്മുടെ മഹാന്മാരുടെ വഴിയല്ല. അതുകൊണ്ട് അവരൊക്കെ കാണിച്ചു തന്ന ആ ശരി വഴിയിൽ നിലകൊള്ളാനും അല്ലാഹു തആലാന്റെ ദീനിന് സുന്നത്ത് ജമാഅത്തിന് ഖിദ്മത്ത് ചെയ്യാനും നമുക്ക് ഏവർക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്ത് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി. അസ്സലാമു അലൈക്കും.